ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താണ് സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള വ്യത്യാസം? സ്വർഗാരോഹണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസെൻഷൻ എന്ന് പറയുക, ഈശോയുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് സ്വർഗാരോഹണം എന്ന് പറയുക. തൻ്റെ ഉദ്ധാനത്തിൻ്റെ 40-ാം ദിവസം ഈശോ തനിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ, അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങളിലും, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലും ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് സ്വന്തം ശക്തിയിലും കഴിവിലുമാണ് സ്വർഗത്തിലേക്ക് പോയത്. കാരണം അവിടുന്ന് ദൈവമാണ്. സ്വർഗാരോപണം അല്ലെങ്കിൽ അസംഷൻ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വർഗാരോപണം അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുക. 1950 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം ഔദ്യോഗിക സത്യമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇഹലോകവാസത്തിനു ശേഷം ആത്മശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് ഈ വിശ്വാസം. എന്നാൽ മറിയം സ്വയമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക ശക്തിയാലും ഇടപെടലും മൂലമാണ് സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുന്നത്. കാരണം അവൾ മനുഷ്യ സ്ത്രീയാണ്.